നിങ്ങളും നല്ല അടിപൊളി കോമഡി വേഷമാണ് ചെയ്തത്. നല്ല രസമായിരുന്നു. മറ്റേ ഈ കളരീന്റെ മാമ. ഓ അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു അത്. ഇത് പറഞ്ഞിട്ടാ ഞങ്ങളെ പറ്റി കുറെ പറഞ്ഞ്. ഞാൻ ശരിക്കും ചിരിച്ച സീനായിരുന്നു അത്, ആത്മാർത്ഥമായിട്ട്. നല്ല രസമായിരുന്നു. പിന്നെ എന്തെങ്കിലും തമാശ ഒന്നും അങ്ങനെ നല്ലൊരു സിനിമയായത്, ചെറിയ സിനിമ. എല്ലാ നാട്ടു മേക്കപ്പ് അത് ഞാന് രമേശ് ചേട്ടന്, മണവാളെ, സുരേഷ് ചേട്ടൻ സൂപ്പർ ആക്കിയിരുന്നു. നല്ല മണവാളം, എല്ലാരും നല്ല അടിപൊളിയായിരുന്നു. നാട്ടും പുറത്ത് തരാം കേട്ടോ. അതെ, മേക്കപ്പിന്റെ ഒക്കെ പൈസ ലാഭാ. കാരണം വെച്ചാൽ മേക്കപ്പ് ഒക്കെ വളരെ കുറച്ച് തനി നാടൻ സംവിധാന, നാടൻ ഊണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു തനി നാടൻ പടം. പുഷ്പാങ്കത്തിന്റെ 1ാം സ്വയംവരം നമ്മുടെ ധൈര്യമായിട്ട് വന്ന് കാണാം. നമ്മളെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ഈ 4 തിയേറ്റർ ഉണ്ടല്ലോ ഇവിടെ, 4 തിയേറ്റർ ഉണ്ട് ഇവിടെ, എപ്പോഴും വരും. അതായത് നമ്മൾ പടത്തിലൊക്കെ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് ഇവിടെ വരും. കാരണം നമ്മളെ പ്രൊമോഷനും കാര്യങ്ങളായിട്ടാണ് ഇന്ന് വന്നത്. നമ്മൾ തന്നെ അത് ഒരു ഭാഗ്യം പോലെയാണ്. കാരണം വലിയ മമ്മൂട്ടി, മോഹൻലാലും പടം റിലീസാക്കിയിട്ട് ആളെ നിറഞ്ഞേക്കുന്ന ഒരു സ്ഥലമാണിത്. നമ്മളെ ഓൺലൈൻ മീഡിയ കാണാൻ കാണും. അതുപോലത്തെ വിനീത വനിതാ തിയേറ്ററിലൊക്കെ നമ്മളെ സിനിമ റിലീസാക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന, നിങ്ങൾക്ക് ഇന്റർവ്യൂ തരുന്ന ഒരു ജീവിത യാത്രയിൽ ചില സംഭവിച്ചു പോകുന്ന കാര്യം. സന്തോഷമുണ്ട്. ചെറിയൊരു കലാകാരനാണ്. നിങ്ങളെ വലിയൊരു സപ്പോർട്ട് തന്നെയാണ് നമ്മൾ ഊർജ്ജം. വേറെ ഒന്നും അടിത്തറയില്ല. പ്രേക്ഷകൻ നമ്മളെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടും, നമ്മളെ സിനിമ കാണും, നമ്മളെ മറിമായം കാണും, നമ്മളെ കോമഡി കാണും, എല്ലാം തന്നെയാണ്. നിങ്ങളാണ് ഹീറോ. നിങ്ങളും ഹീറോ ആണ്. നിങ്ങൾ തന്നെയാണ് ഹീറോ. ഡിജിറ്റൽ നമ്മൾ ഡിജിറ്റൽ മീഡിയ പഠിക്കുന്ന സമയത്തെ 10 വർഷം മുന്നേ ആയിരുന്നു ബാലൻസും ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ പോകുന്നതെന്ന് മനസ്സിലായില്ല കേട്ടോ. ഓൺലൈൻ മീഡിയ ഭയങ്കര ശക്തമല്ല. തീർച്ചയായും. എന്തായാലും നിങ്ങളെ ഭാഗത്ത് വലിയ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം. കാരണം സാധാരണക്കാരന്റെ സിനിമയാണ്, സാധാരണ ഒരു പടമാണ്. നല്ല രീതിക്ക് വന്നിരുന്ന് ആസ്വദിക്കാൻ പറ്റാവുന്ന ഒരു സിനിമയാണ്. എല്ലാം ഉണ്ണിയേട്ടാ. അതെ, നല്ല ആൾക്കാരുണ്ടായിരുന്നു, നല്ല കാണാൻ സപ്പോർട്ട് ഉണ്ടാകുക.